ചീസി ബുൾസൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ചെഡ്ഡാർ ചീസാണ്, ഇത് 4 ടേബിൾ സ്പൂൺ. പിന്നെ എടുത്തിട്ടുള്ളത് ചുവപ്പ്, പച്ച, മഞ്ഞ, ബെൽ പെപ്പർ നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞതാണ്. ഇനി അല്പം കട്ടി ഉണ്ടായാലും കുഴപ്പമില്ല, ബെൽ പെപ്പർ നമ്മൾ സാലഡായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. പിന്നെ കുരുമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ക്വിക്കായിട്ട് നമുക്കൊരു ചീസി ബുൾസൈ തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചുറ്റിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി സ്പീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ മുട്ട ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ ബെൽ പെപ്പർ ചേർത്ത് കൊടുക്കണം. വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. മുട്ട വേവാകുന്നതിന് മുന്നേ തന്നെ വെജിറ്റബിൾസും ചീസും എല്ലാം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മുട്ട വേവാകും, ചീസ് മെൽറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ വേഗം ചെയ്യണമെന്ന് പറയുന്നത്. പാത്രം ചൂടായി വരുന്നേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കണം. മുട്ട വേവാകുമ്പോഴേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കണം. ഇനി ചീസ് മുകളിൽ വിതറി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെഡ്ഡാർ ചീസാണ്. ബെറ്റ ചീസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നത് ചെഡ്ഡാർ ചീസാണ്. മോസറല്ല ചീസ് വാങ്ങുമ്പം ശ്രദ്ധിച്ച് വാങ്ങണം. അതിനകത്ത് വെജിറ്റബിൾ ഓയിൽ ഉണ്ടാകാൻ ഏറെ സാധ്യതയുണ്ട്. ചില ചെഡ്ഡാർ ചീസിലുണ്ട് വെജിറ്റബിൾ ഓയിൽ. എന്തായാലും നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യണം. ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുകളിൽ ഉപ്പ് വിതറി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി വെരി ലോ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ ചീസ് ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയാണ് ഞാൻ അടച്ചു വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്ലാസിൻ്റെ ലിഡായതുകൊണ്ട് നമുക്ക് കാണാം ചീസ് മെൽറ്റായിട്ടുണ്ടോ എന്ന്. ഗ്ലാസ് ലിഡിൽ വെള്ളത്തുള്ളികളെല്ലാം വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടി കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. ഈ ലിഡിലെ വെള്ളമെല്ലാം ഒന്ന് കുടഞ്ഞ് കളഞ്ഞു. കുറച്ചും കൂടി ചീസ് മെൽറ്റ് ആവാനുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. ബുൾസൈ അധികം വേവായിട്ടൊന്നുമില്ല. അപ്പോൾ രണ്ടും ഒന്ന് റെഡിയായി വരുമെന്ന് ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളത്തുള്ളികൾ വന്ന് തുടങ്ങുന്നുണ്ട്. ഇതധികം ചൂടൊന്നുമില്ല. അപ്പോൾ ഉള്ളിൽ അത്ര ടെമ്പറേച്ചർ ഉള്ളൂ. ഒന്നുകൂടി കാത്തു നിന്നതിന് ശേഷം തുറന്നു നോക്കാം. വെള്ളത്തുള്ളികൾ സൈഡിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്നിട്ട് വെള്ളം കുടഞ്ഞു കൊടുക്കുകയാണ്. ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ഒരു 75% കുക്കായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ട് വെന്ത് കിട്ടണം എന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാണ്. ചീസ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എനിക്ക് തോന്നുന്നു ഓംലേറ്റ് തയ്യാറാക്കുന്ന അത്രയൊന്നും പാടില്ല. മുട്ട ജസ്റ്റ് പൊട്ടിച്ചൊഴിക്കുക, വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക, ചീസ് ഇട്ട് കൊടുക്കുക, ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കുക. ടോട്ടൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. അപ്പം ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയാണ്. എന്നാൽ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ചീസി ബുൾസൈ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇത് കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി. എനിക്ക് പൊതുവേ ചീസ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ചീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. പിന്നെ ഇതിനോട് കൂടിയിട്ട് ഞാൻ സലാഡും കൂടെ കഴിച്ചിരുന്നു.
മറ്റൊരിക്കൽ ഞാൻ സലാഡിന് പകരം സോസുകൾ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഒലിവ് ഓയിലിൽ മയോണൈസും പിന്നെ Lchf ടൊമാറ്റോ സോസും തയ്യാറാക്കിയിട്ട് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് കഴിച്ചത്. ഇങ്ങനെ ചെയ്തപ്പം അധികം ചെഡാറിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. മോസറല്ല പോലെയല്ല, ചെഡാറിന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഞാൻ ഈ 2 തവണ ഉണ്ടാക്കിയപ്പോഴും എനിക്കിഷ്ടമായിരുന്നു. ഹസ്ബൻഡിന് കൂടുതലും ഇഷ്ടമായത് ഈ സോസൊക്കെ കൂട്ടിയിട്ട് കഴിച്ചപ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ സമയമൊക്കെ ആയി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണിത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒരുപാട് പുതിയ സുഹൃത്തുക്കളെയും കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.